വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ വണ്ടി എടുത്തു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുമ്പോട്ടല്ലോ ഈ സൈഡിൽ നിന്ന് ഇടുമെന്ന് സൗണ്ട് കേൾക്കും. പിന്നെ നമ്മളിത് തേർഡ് ഗിയർ ഇട്ടു ക്ലച്ചിന് കാലെടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇടുമെന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. അപ്പൊ നമ്മൾ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഗിയർ ബോക്സിന്റെ മൗണ്ടിങ് എന്തോ പോയിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആണ് തോന്നുക. പിന്നെ ഇതിൽ തന്നെ വേറൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-70 കിലോമീറ്റർ സ്പീഡ് അയക്കുമ്പോഴേക്കും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കിടന്ന് തുള്ളു. അപ്പൊ അങ്ങനെ ഒരു 2 കംപ്ലൈന്റ് ആട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഈ മൗണ്ടിങ് ആയിരിക്കും കംപ്ലൈന്റ് എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര പ്ലേ ആയിരുന്നു. അപ്പോൾ ആ പ്ലേ വർക്കാൻ വേണ്ടി കുറച്ച് ട്യൂബൊക്കെ കയറ്റി. പക്ഷെ മൗണ്ടിങ് അല്ലായിരുന്നു പ്രശ്നം, കംപ്ലൈന്റ് ഇവിടെ ആയിരുന്നു, ഈ ആക്സിലായിരുന്നു കംപ്ലൈന്റ്. അതിന് കാണാൻ പോകാം. അപ്പോളേ ഈ ബൂട്ടിൻ്റെ അകത്തുള്ള ബെയറിങ് കംപ്ലൈൻ്റ് ആട്ടോ. ഈ ബെയറിങ് കംപ്ലൈൻ്റ് ആയി ഇരിക്കുന്ന കാരണം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ആ ബെയറിങ്ങിൻ്റെ പ്ലേയിൽ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പ്ലേ ഉണ്ടോ, അപ്പോൾ ക്ലച്ചിൽ നിന്ന് നമ്മൾ കാലെടുക്കുമ്പോൾ ബെയറിങ് ഈ പ്ലേയിലേക്ക് ടിക്ക് എന്ന് പറഞ്ഞൊരു അടിപ്പ് അടിക്കും ഓരോ പ്രാവശ്യം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് കാല് കൊടുത്ത് പോകുമ്പോൾ ഈ പ്ലേ കാരണം വണ്ടിയിൽ ഇവിടെ നീഡിലില്ല, ബെയറിങ്ങിൻ്റെ പ്ലേ ഉണ്ടോ. പകരം നീഡിൽ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ നീഡിൽ ഇരിക്കണ്ടോ, നീഡിലെല്ലാം പൊട്ടിപ്പോയി. അതാണ് ആ പ്ലേ വരാനുള്ള കാരണം. വേണ്ട ഇതൊക്കെ നീഡിലാണ്. ആക്സിൽ മാറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വണ്ടിയുടെ ആക്സിൽ കസ്റ്റമർ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് മൂവാറ്റുപുഴയിൽ റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ആ 2 കംപ്ലൈൻറ്റ് മാറി. അപ്പോൾ ഈ ബെയറിംഗ് പോയി ഇരിക്കുന്നത് കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിയുമ്പോൾ ആക്സിലിൻ്റെ ലോഡ് കുറയും. പിന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഗിയർ ബോക്സിലേക്കുള്ള ലോഡ് ആക്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒച്ച വരുന്നത്. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് കാല് കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്ലേ ഉണ്ടല്ലോ, ആ പ്ലേ കിടന്ന് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ജെർക്ക് ചെയ്യുന്ന സമയത്ത് ആ ജെർക്കിങ് നേരെ ബോഡിയിലേക്ക് കയറും, ബോഡി ഇങ്ങനെ നിറയേണ്ടി വരും. അപ്പോൾ ആ 2 കംപ്ലൈൻറ്റ് അതിൽ മാറി. പിന്നെ വാട്സപ്പിലും ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലൊക്കെ കണ്ടമാനം മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ദയവ് ചെയ്ത് മെസ്സഞ്ചറിൽ ഇനി ആരും മെസ്സേജ് അധികം അയക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി കുറേ കിടക്കണ കാരണം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയുടെയും കമൻറ്റിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സഡൻലി റീപ്ലൈ തരാൻ പറ്റില്ല. ഓൾറെഡി കുറേ മെസ്സേജ് കിടക്കണതുകൊണ്ട് താഴേന്ന് വേണേൽ എനിക്ക് റീപ്ലൈ ചെയ്ത് വരാനായിട്ട്. കുറഞ്ഞത് ചിലപ്പോൾ ഒരു ദിവസം ഡിലേ വരും. നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ വർക്കും കാര്യങ്ങളും കൂടി നോക്കിയിട്ട് വേണം എനിക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ഓക്കെ.